അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന് സമന്മാരുണ്ടാവുക എന്നത് അസംഭവ്യമാണ് എന്നതുകൊണ്ട് അള്ളാഹുവിന് നിങ്ങൾ തുല്യരെ സമന്മാരെ ഉണ്ടാക്കരുത് എന്നാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. തുടർന്ന് അള്ളാഹുവിൻ്റെ കാര്യവും അള്ളാഹു അല്ലാത്തവരുടെ കാര്യവും സമമാവുകയില്ല എന്ന് രണ്ട് ഉദാഹരണങ്ങളിലൂടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇനിയുള്ള രണ്ട് ആയത്തുകളിൽ. അതിൽ ഒരായത്ത് 75-ാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത്. ഈ ഉദാഹരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസികളും സത്യനിഷേധികളും സമമാവുകയില്ല എന്നാണ് എന്ന അഭിപ്രായവും ചില പണ്ഡിതന്മാർക്കുണ്ട്. ലറബല്ലാഹു മസലൻ, അള്ളാഹു ഒരു ഉദാഹരണം വിവരിക്കുന്നു. എന്താണ് ആ ഉദാഹരണം? അബ്ദൻ മംലൂക്കൻ, മറ്റൊരാൾക്ക് ഉടമപ്പെട്ട ഒരടിമ. അബ്ദ് എന്ന് പറഞ്ഞാലും മംലൂക്ക് എന്ന് പറഞ്ഞാലും അടിമ തന്നെയാണ്. പിന്നെ അബ്ദൻ എന്ന് പറഞ്ഞ ശേഷം മംലൂക്കൻ എന്ന് പിന്നെ എടുത്തു പറഞ്ഞത് അബ്ദ്, അടിമ എന്നത് അള്ളാഹുവിൻ്റെ അടിമകളായ എല്ലാവർക്കും പറയുമല്ലോ. ഇവിടെ അങ്ങനെ അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട ഏതെങ്കിലും ഒരു മനുഷ്യനെയല്ല, മറിച്ച് അടിമ സമ്പ്രദായത്തിലൂടെ അറബികൾ ജോലിക്ക് വെച്ചിരുന്ന അടിമകളെയാണ് ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന അക്കാലത്തെ അറബികൾക്ക് ഈ ഉദാഹരണം വേഗത്തിൽ തന്നെ മനസ്സിലാവും എന്നതും ഒരു വസ്തുതയാണ്. അപ്പോൾ അന്നത്തെ കാലത്തെ ഒരു യജമാനൻ്റെ കീഴിലുള്ള ഒരു അടിമയായിട്ടുള്ള മനുഷ്യൻ ലാ യഖ്ദിറു അലാ ഷൈഇൻ, അയാൾക്ക് ഒന്നിനും കഴിയില്ല. ആ അടിമക്ക് ഒന്നും സ്വന്തമായി ചെയ്യാൻ കഴിവോ അധികാരമോ ഇല്ല. യജമാനൻ പറയുന്നതനുസരിക്കുകയല്ലാതെ സ്വന്തമായി ഒന്നും തീരുമാനിക്കാനോ പ്രവർത്തിക്കാനോ ആ അടിമക്ക് സ്വാതന്ത്ര്യമില്ല. വമൻ, എന്നാൽ മറ്റൊരുവൻ, ഈ പറഞ്ഞ അടിമയാണ് ഒരു വശത്തെങ്കിൽ മറുവശത്ത് മറ്റൊരാൾ. റസഖനാഹു മിന്ന റിസ്ഖൻ ഹസന, അയാൾക്ക് നാം നമ്മുടെ വിശിഷ്ട വിഭവങ്ങൾ പ്രദാനം ചെയ്തിരിക്കുന്നു, നൽകിയിരിക്കുന്നു. ഫഹുവ യുൻഫിഖു മിൻഹു, അയാൾ അതിൽ നിന്ന് ചിലവഴിക്കുകയും ചെയ്യുന്നു. നാം നൽകിയ വിശിഷ്ട വിഭവങ്ങളിൽ നിന്ന് അയാൾ ചിലവഴിക്കുകയും ചെയ്യുന്നു. സിർറൻ വജഹറൻ, രഹസ്യമായും പരസ്യമായും. എന്ന് പറഞ്ഞാൽ യാതൊന്നും ചെയ്യാൻ കഴിയാത്ത, യാതൊന്നിനും സ്വാതന്ത്ര്യമില്ലാത്ത ഒരടിമയും എല്ലാ സ്വാതന്ത്ര്യവും കഴിവും സന്നദ്ധതയുമുള്ള ഒരു സ്വതന്ത്ര വ്യക്തിയും ഹൽ യസ്തവൂൻ, അവർ തമ്മിൽ സമമാവുമോ, അവർ തമ്മിൽ തുല്യമാവുമോ? സ്വാതന്ത്ര്യവും അധികാരവും കഴിവുമില്ലാത്ത ഒരടിമയും വിശിഷ്ടമായ വിഭവങ്ങൾക്കും യോഗ്യതകൾക്കും ഉടമയായിട്ടുള്ള ഒരു യജമാനനും തമ്മിൽ സമമാവുകയില്ല എന്ന് ഈ ബഹുദൈവ വിശ്വാസികൾ തന്നെ സമ്മതിക്കും. അവർക്ക് സമ്മതിക്കേണ്ടി വരും. കാരണം ഈ വ്യത്യാസം അവർക്ക് അത്രയും സുപരിചിതമായ സംഗതിയാണ്. അതുകൊണ്ട് ഈ അടിമയും സ്വതന്ത്രനും തമ്മിൽ ഒരുപോലെയാവില്ല എന്നവർ അംഗീകരിക്കുന്നതിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹു സ്വയം തന്നെ പറയുകയാണ്, അൽഹംദുലില്ലാ, അള്ളാഹുവിന് സ്തുതി, ഇതവർ അംഗീകരിച്ചല്ലോ. ബൽ അക്സറുഹും ലാ യഅലമൂൻ, പക്ഷേ അവരിൽ അധികം ആളുകളും അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അറിഞ്ഞു മനസ്സിലാക്കുന്നില്ല എന്നാണ്. ഈ ഉദാഹരണത്തിൽ പറഞ്ഞ കാര്യം ബഹുദൈവ വിശ്വാസികൾ അംഗീകരിക്കുമെങ്കിലും എല്ലാറ്റിനും കഴിവുള്ള, സ്വാതന്ത്ര്യമുള്ള, എല്ലാ വിശിഷ്ട വിഭവങ്ങളും ആവശ്യം പോലെ യഥേഷ്ടം നൽകാൻ കഴിവും യോഗ്യതയുമുള്ള അള്ളാഹുവും ഒന്നിനും കഴിവില്ലാത്ത ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവങ്ങളും സമമാവുകയില്ല എന്ന കാര്യം ആരാധനയുടെ കാര്യത്തിൽ അവർ അറിഞ്ഞു മനസ്സിലാക്കുന്നില്ല എന്നാണ് ഇവിടെ അവർ അറിയുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് അവർ അള്ളാഹുവിൻ്റെ കൂടെ മറ്റു പലതിനെയും പങ്കുചേർത്തുകൊണ്ട് ദൈവങ്ങളായി ആരാധിക്കുന്നത്. ഈ ഉദാഹരണം സത്യവിശ്വാസികളും അവിശ്വാസികളും തമ്മിൽ സമമാവുകയില്ല എന്നതിനുള്ള ഉദാഹരണമാണ് എങ്കിൽ അതിൻ്റെ ആശയം ഇങ്ങനെയായിരിക്കും: ഒന്നിനും കഴിവോ അധികാരമോ ഇല്ലാതെ മറ്റൊരാളുടെ ഉടമസ്ഥതയ്ക്ക് വിധേയനായി ജീവിക്കുന്ന അടിമയെപ്പോലെയാണ് ബഹുദൈവാരാധകനായ അവിശ്വാസി. എന്നാൽ അള്ളാഹുവിങ്കിൽ നിന്നുള്ള വിശിഷ്ടമായ വിഭവങ്ങളും യോഗ്യതകളും ലഭിക്കുകയും അത് ജനോപകാരപ്രദമായ മാർഗത്തിൽ ചിലവഴിക്കുകയും ചെയ്യുന്നവനാണ് സത്യവിശ്വാസി എന്നാവും അപ്പോൾ അതിൻ്റെ ആശയം. ഈ ആയത്തിൽ ഉദാഹരണമായി പറഞ്ഞ അടിമയും സ്വതന്ത്രനും നല്ല ധർമ്മിഷ്ഠനായ ഒരു സഹാബിയെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമയെക്കുറിച്ചുമാണ് എന്ന് ദുർബലമായ ചില നിവേദനങ്ങളിൽ പറയുന്നുണ്ട്. ആ സഹാബിയുടെ ദാനധർമ്മങ്ങൾ
അദ്ദേഹത്തിൻ്റെ അടിമ തടയാൻ ശ്രമിച്ചിരുന്നു എന്നതുകൊണ്ടാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന ദുർബലമായ അധിക മുഫസ്സിറുകളും തള്ളിക്കളഞ്ഞ ഒരു അഭിപ്രായമുണ്ട്. അല്ലാഹു ആലം. ഏതായാലും സമാനമായ ഒരു ഉദാഹരണം കൂടി ഈ ആയത്തിൽ പറഞ്ഞ ആശയത്തെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ട് അടുത്ത ആയത്തിലും വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നാളെ പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.